നമുക്കറിയാം ഇന്ന് രാവിലെ നമ്മളെ തേടിയെത്തിയ ഒരു വാർത്ത എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വൻ തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ്. PMGയിൽ TVS സ്കൂട്ടർ ഷോറൂമിലാണ് ഈ തീപിടുത്തമുണ്ടായത്. 100ഓളം വാഹനങ്ങൾ ഷോറൂമിലുണ്ടായിരുന്നു. 2 മണിക്കൂറോളം തീ പടർന്നു. പുലർച്ചെ 4 മണിയോടെയാണ് ഈ തീപിടുത്തമുണ്ടായത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സാരംഗ് സുധാകരൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, വൻ തീപിടുത്തമാണ് ഉണ്ടായത്, അതും നഗരമധ്യത്തിൽ. 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ആളപായമില്ല എന്നുള്ളത് ആശ്വാസകരമായ സാഹചര്യം തന്നെ. പക്ഷേ വലിയ നാശനഷ്ടമുണ്ടായിരിക്കുന്നു അല്ലേ? തീർച്ചയായും ആര്യ, ഇന്ന് 4 മണി തൊട്ട് ആരംഭിച്ച തീപിടുത്തം 6 മണിയോടുകൂടിയാണ് നിയന്ത്രണ വിധേയമാക്കിയത്. അതിന് അർത്ഥം വെച്ചാൽ ഇത്രയും വലിയൊരു ഷോറൂമിലെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചില വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കെട്ടിടത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 4 മണിയോടുകൂടി തൊട്ടടുത്ത കടകളിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഫയർഫോഴ്സിനെയും മറ്റും അറിയിക്കുന്നത്. അതിനുശേഷം 5ഓളം യൂണിറ്റുകൾ എത്തിയാണ് ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുന്നത്. അതായത് 2 മണിക്കൂറോളം പാടുപെട്ടാണ് ഈ സുരക്ഷാ സേനയിലെ ജീവനക്കാർ ഇത്തരത്തിലൊരു തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം TVSന്റെ ഷോറൂമിൽ ഇത്തരത്തിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ള വാഹനങ്ങൾ, നിരവധി വാഹനങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റു വാഹനങ്ങളുമുണ്ട്. ഇതിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് നിലവിൽ പ്രാഥമികമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. 200-ലധികം വാഹനങ്ങൾക്ക് നിലവിൽ കേടുപാടുകളും കത്തിനശിച്ചു എന്നൊക്കെയാണ് നിലവിൽ വരുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. അതിനൊപ്പം തന്നെ ഇനി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം കണക്കുകളും മറ്റും നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഇതിൽ കൃത്യമായ വിവരങ്ങൾ ഇനി ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നാശനഷ്ടത്തിന്റെ കണക്കുകൾ തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ് ആര്യ. യെസ്, സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം PMGയിലാണ് TVS ഷോറൂമിൽ വലിയ തീപിടുത്തം ഉണ്ടായത്. 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ തീപിടുത്തമാണ്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്.